താഴെ പറയുന്ന ഗുണങ്ങളുള്ളവർ മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ഗുണം പറഞ്ഞത് അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ അവർ സുജൂദിലായി വീഴും എന്നും, രണ്ടാമതായി വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ, ഒരഹങ്കാരവും കൂടാതെ വളരെ വിനീതരായി അവരുടെ റബ്ബിനെ അവർ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുമെന്ന്, മൂന്നാമതായി തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ, കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വഭാഗങ്ങളെ അവർ അകറ്റി ഉറക്കമിളച്ചുകൊണ്ടവർ നിസ്കരിക്കുകയും യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ, അതാണ് അടുത്ത ഗുണം പറഞ്ഞത്. ആ സമയത്തവർ ഉറക്കമിളച്ച് നിസ്കാരത്തിലും മറ്റുമൊക്കെയായി കഴിച്ചു കൂട്ടുമ്പോഴെല്ലാം അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യദുഊന റബ്ബഹും, അവരുടെ റബ്ബിനോടവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഖൗഫൻ, ഭയത്താലും, വതമഅൻ, പ്രതീക്ഷയാലും. ഖൗഫ് പേടി, ത്വമഅ് മോഹം, ആഗ്രഹം, കൊതി എന്നൊക്കെയാണ് ത്വമഇനർത്ഥം. അപ്പം പ്രതീക്ഷയോടെ അതേപോലെ തന്നെ ഭയത്തോടെയൊക്കെ അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഗുണം പറഞ്ഞത് വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നവരുമാണ്. ഇത്രയും ഗുണങ്ങളാണ് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ ആയത്തുകളെ കൃത്യമായി വിശ്വസിക്കുന്ന ആളുകൾ ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരായിരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവണം. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന മുഅ്മിനുകളാണോ? ആണെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ്. അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദാ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഈ പറയപ്പെട്ട 6 ഗുണങ്ങളും നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ എന്ന ഭാഗമായിരുന്നു. അതായത് അവർ രാത്രി നമസ്കാരം നിർവഹിക്കുന്നവരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശമെന്നും, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണെന്നും, രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും, ആ രാത്രി നമസ്കാരത്തെ നിത്യവും കൊണ്ട് നടക്കുവാൻ ആവശ്യമായ നിലക്ക് വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന ഭൗതികവും ആത്മീയവുമായ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും വളരെ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉണ്ടായി. തുടർന്നുകൊണ്ട് പറയുന്നത്, അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം ഒരാളും ഒഴിവാക്കരുതേ എന്ന്. അത് കേട്ടവരൊക്കെ അത് മുറപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അടുത്ത ഗുണം പറഞ്ഞത് യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ, അവരുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നവരാണ്. യദുഊന, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബഹും, അവരുടെ റബ്ബിനോട്. കണ്ടോ, അവിടെ തന്നെ തൗഹീദിന്റെ സന്ദേശം വന്നു. റബ്ബല്ലാത്തവരോട് അവർ ദുആ ചെയ്യൂല. അവർക്ക് ദുആ ആരോടേ ഉള്ളൂ? റബ്ബിനോട് മാത്രമേ ഉള്ളൂ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഖുൽ നബിയെ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടത്. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്നുള്ളത്. ഇബാദത്തുകൾ സമർപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായ കേന്ദ്രമായ മസ്ജിദുകളിലും നമ്മുടെ മുഖമുദ്ര അത് തന്നെയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികളൊക്കെ അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അവനോടൊപ്പം നിങ്ങൾ മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന്. അതിൻ്റെയൊക്കെ പ്രസക്തി ഏറെ വർദ്ധിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. റബ്ബല്ലാത്തവരെ അനവധി തവണ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്.
അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന അതേ കാര്യങ്ങൾ റബ്ബല്ലാത്തവരോടും സ്ഥിരം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനവർക്ക് പറയാനുള്ള ന്യായം, അതിനൊക്കെ അള്ള മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് ചോദിക്കലാണ് കാര്യം നേടാൻ ഏറ്റവും നല്ലത്. അവരോട് നേരിട്ട് ചോദിച്ചാൽ അവർ നമുക്ക് തരും, അള്ളാഹിനോട് റെക്കമെൻഡ് പറഞ്ഞു വാങ്ങിത്തരും. അല്ലെങ്കിൽ അള്ള നേരത്തെ കൊടുത്തിട്ടുള്ള കഴിവ് കൊണ്ട് അവർ നമ്മളെ സഹായിക്കും. അതിനൊക്കെ അള്ള അവർക്ക് കഴിവ് കൊടുത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പേരിലും പച്ചക്കള്ളം പറയാ. അള്ളാഹു അവനോട് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം ചെയ്യാൻ ഞാൻ അവരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് ഒരായത്തിൻ്റെ തുണ്ടം പോയിട്ട് അരവചനം ഖുർആനിലില്ല. മറിച്ച് വഖാല റബ്ബുക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബ് പറഞ്ഞിട്ടുള്ളത് എന്ത് മാത്രമാണ്? ഉദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നാണ്. ആ റബ്ബിൻ്റെ മേലാണ് വമ്പിച്ച കള്ളം കെട്ടി പറയുന്നത്. അള്ള ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവരോടൊക്കെ ചോദിക്കേണ്ടത്. നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചാലോ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് സ്വിച്ച് ബോർഡിലേക്ക് കണക്ഷൻ കൊടുത്ത മാതിരി ഉണ്ടാവും, അല്ലെങ്കിൽ നേരിട്ട് ബൾബിലേക്ക് കണക്ഷൻ കൊടുത്ത മാതിരി ഉണ്ടാവും. ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ബൾബിൽ കണക്ഷൻ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും, ഫ്യൂസായി പോവും. ഉദാഹരണം പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ. അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാലുള്ള അപകടം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് വിതരണം ചെയ്യുന്നത് സ്വിച്ച് ബോർഡുകളിലൂടെയാണ്. ആ സ്വിച്ച് ബോർഡുകളിലൂടെ നമ്മൾ അള്ളാഹിനായിട്ട് ബന്ധപ്പെടണം എന്നാണ്. ഇടയാളന്മാർ വേണം. എത്ര വിഡ്ഢിത്തമാണ് റബ്ബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ. ആലോചിച്ചു നോക്കണം. അപ്പോൾ യദുഊന റബ്ബഹും, അവർ പാതിരാവുകളിലും അല്ലെങ്കിലുമൊക്കെ അവരാരോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അവരുടെ റബ്ബിനോടേ പ്രാർത്ഥിക്കൂ. മറ്റുള്ളവരൊക്കെ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയല്ലോ. നമ്മൾ അള്ളാഹുവിന് ശുക്ർ പറയണം, നന്ദി പറയണം. റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ പറയണം. ഖൗഫൻ, അവർക്ക് നല്ല പേടിയുണ്ട്. ഒരു മനുഷ്യൻ്റെ ദുആയുടെ ഘട്ടത്തിൽ എല്ലാ മുഫസ്സിരീങ്ങളും ഇത് വിശദീകരിച്ചെടുത്ത് പറഞ്ഞു. ഉദാഹരണം തഫ്സീർ തബരിയിൽ കാണാം. ഖൗഫൻ മിൻ അദാബില്ലാ, അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഖൗഫുണ്ട് എന്ന് പറഞ്ഞില്ലേ, പേടിയുണ്ട് എന്ന് പറഞ്ഞില്ലേ. എന്താണ് ആ പേടി കൊണ്ട് ഉദ്ദേശം? ഖൗഫൻ മിൻ അദാബില്ലാ, അള്ളാഹിൻ്റെ ശിക്ഷ ഉണ്ടാകുമോ? അള്ളാഹിൻ്റെ ശിക്ഷാറ നരകാണ്. നരകത്തെ പേടിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുക. വതമഅൻ എന്ന് പറഞ്ഞാൽ തമഅൻ ഫീ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ മോഹിച്ചുകൊണ്ട് അഥവാ സ്വർഗം കൊതിച്ചുകൊണ്ടും നരകത്തെ പേടിച്ചുകൊണ്ടുമാണ് മുഅ്മിനുകൾ അവരുടെ റബ്ബിനോട് സദാ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തഫ്സീർ സഅദിയിൽ കാണാം, ജാമിഈൻ ബൈനൽ വസ്ഫൈൻ, സത്യവിശ്വാസികളായ ആളുകളുടെ സ്വഭാവം കണ്ടില്ലേ? അവർ രണ്ട് ഗുണങ്ങൾ ഒരുമിച്ച് കൊണ്ട് നടക്കുന്നവരാണ്. അവരുടെ അമലുകൾ തള്ളിപ്പോകുമോ എന്ന പേടിയും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും അവർക്കുണ്ട്. നമ്മുടെയൊക്കെ ദുആ അല്ലാഹ് സ്വീകരിച്ചേക്കുമെന്ന പ്രതീക്ഷയും സ്വർഗം തന്നേക്കുമെന്ന മോഹവും അവർക്കുണ്ട്. ഇത് പറയാത്ത മുഫസ്സിരീങ്ങളില്ല. എല്ലാവരും ഖൗഫ് എന്ന് പറഞ്ഞാൽ നരകത്തെ പേടി, ത്വമഅ എന്ന് പറഞ്ഞാലോ സ്വർഗത്തെക്കുറിച്ചുള്ള മോഹം. അതാണ് റഗബ് റഹബ് എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹത്തോടെ പേടിയോടെ. സ്വർഗം തരും എന്ന ആഗ്രഹം, നരകത്ത് പോകുമോ എന്നുള്ള പേടി, ഒക്കെ സ്വർഗനരകങ്ങളെ കുറിച്ചാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ തഫ്സീർ കൊടുത്തത് തഫ്സീറുൽ ബഗവിയിൽ നമുക്ക് കാണാം. ഖൗഫൻ മിനൻ നാരി വതമഅൻ ഫിൽ ജന്ന, യദഊന റബ്ബഹും ഖൗഫൻ വതമഅ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ തഫ്സീർ ചെയ്യുന്നത്, ശരീകരിക്കുന്നത്. അവരുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഖൗഫൻ മിനൻ നാരി, നരകത്തെക്കുറിച്ചുള്ള പേടിയുമുണ്ട്, വതമഅൻ ഫിൽ ജന്ന, സ്വർഗത്തെക്കുറിച്ചുള്ള മോഹവുമുണ്ട്. ഇബ്നു കസീറിൽ കാണാം ഖൗഫൻ മിൻ വബാലി ഇഖാബിഹി, അല്ലാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും, വതമഅൻ ഫീ ജസീലി സവാബിഹി, അല്ലാഹുവിൻ്റെ സ്വർഗത്തെക്കുറിച്ചുള്ള മഹാപ്രതീക്ഷയും അവർക്കുണ്ട്. തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം മഹാന്മാരായ പ്രവാചകന്മാര് അതേപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ഈ രൂപത്തിൽ തന്നെയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എന്ന്. ഇങ്ങനെ ഏത് തഫ്സീറുകൾ എടുത്തു നോക്കിയാലും എന്താ കാണുക? ഒരു മുഅ്മിനിൻ്റെ സ്വഭാവമാണ് രണ്ട് ഗുണങ്ങൾക്കിടയിലാണ് അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ഇബാദത്ത് എടുക്കുന്നതും ഒക്കെ. നരകത്തെ അവൻ പേടിക്കുന്നു, സ്വർഗത്തെ അവൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു.
സ്വർഗത്തെ ആഗ്രഹിച്ചും നരകത്തെ പ്രതീക്ഷിക്കുന്നതിലൂടെയും നമ്മൾ ആരെയാണ് വാസ്തവത്തിൽ ഭയപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും? അള്ളാനെ. അള്ളാഹുടെ കോപമുണ്ടാവുമ്പോഴാണ് നരകത്തിൽ പോകേണ്ടി വരിക. അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹു നമുക്ക് എന്ത് തരിക? സ്വർഗം തരിക. അതുകൊണ്ട് അള്ളാഹിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിനോടുള്ള ഇഷ്ക് എന്നാണ് സൂഫികൾ പറയുക. പ്രേമം, അനുരാഗം, അങ്ങനെ ഒരു പദം തന്നെ അള്ളാഹിനെ കുറിച്ച് പ്രയോഗിക്കാൻ പറ്റൂല. ഈ സൂഫികൾ എപ്പോഴും ഒരു പെണ്ണിനോട് ഭമിച്ചുകൊണ്ടാണ് എപ്പോഴും കൈകാര്യം ചെയ്യുക. എപ്പോഴും ഒരു പ്രേമത്തെ കണക്ട് ചെയ്തുകൊണ്ടാണ് അള്ളാഹിനോടുള്ള ഇഷ്ടത്തെ സൂഫികൾ അവരുടെ പാട്ടുകളിലും അവരുടെ ലേഖനങ്ങളിലൊക്കെ എഴുതുക. അങ്ങനെയാണ്. അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന പദം പോലും ഇഷ്ക് എന്നാണ് പറയുക. അള്ളാഹിനോടുള്ള മഹബത്തിന് പുറമെ അവർ പ്രയോഗിക്കുന്ന പദം എന്താണ്? ഇഷ്ക്, ആഷിഖ്, കാമുകൻ, അള്ളാഹിൻ്റെ കാമുകൻ, അള്ളാഹിനോടുള്ള പ്രേമം, അനുരാഗം എന്നൊക്കെ. അതൊക്കെ തന്നെ ദുഷിച്ച സൂഫിസത്തിൻ്റെ ചില പ്രയോഗങ്ങൾ മാത്രമാണ്. നമ്മൾ അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് ഇബാദത്ത് എടുക്കേണ്ടത്. സ്വർഗവും നരകവും ഒന്നും നമ്മളെ മനസ്സിലുണ്ടാകാനേ പാടില്ല എന്നാണ് ആര് പറയുന്നത്? സൂഫികൾ പറയുന്നത്. സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടായാൽ ശരിയാവില്ല. അപ്പം അത് അള്ളാഹിനെ കുറിച്ച് നമുക്ക് കാപ്പട്ടിയാണ്, കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് അള്ളാഹ് ഇഷ്ടപ്പെടലായിരിക്കണം. ഇവിടെ ആർക്കും തർക്കം, അള്ളാഹ് ഇഷ്ടപ്പെടൽ. പക്ഷെ സ്വർഗവും നരകവും പേടിക്കുകയോ മോഹിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം വിരുദ്ധമായ ആശയമാണ്. ഇസ്ലാം വിരുദ്ധമായ ആശയമാണ്. സ്വർഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. നരകത്തെ എന്ത് ചെയ്യണം? പേടിക്കണം. അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ കാതൽ എന്താണ്? അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കാരണം റബ്ബ് ഇഷ്ടപ്പെട്ടാലേ സ്വർഗം കിട്ടും. റബ്ബ് വെറുത്താ പിന്നെ നരകത്തിലാണ്. അതുകൊണ്ട് സ്വർഗവും നരകമൊക്കെ നമ്മൾ ആഗ്രഹിക്കണം, മോഹിക്കണം. സൂഫികൾ പറയുന്ന വാദം എന്താണെന്നറിയോ? സൂഫികളുടെ മൊത്തത്തിലുള്ള തത്വമാണ് ഇന്നി അഅ്ബുദുല്ലാഹ്, ഞാൻ അള്ളാഹിനെ ആരാധിക്കുന്നത് ലാ റജാഅൻ ഫീ ജന്നതിഹി എന്നാണ്. അള്ളാഹിൻ്റെ സ്വർഗം മോഹിച്ചിട്ടൊന്നല്ല. വലാ ഖൗഫൻ മിൻ നാരിഹി, അള്ളാഹിൻ്റെ നരകത്തെ പേടിച്ചിട്ടുമല്ല. വലാകിൻ ഹുബ്ബൻ ലഹു, അള്ളാഹിനോടുള്ള മഹബ്ബത്താണ് എനിക്കുള്ളത്, ഇഷ്കാണ് എന്നാണ് അവർ പറയുന്നത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയണത് എന്താ അറിയോ? ഹാദാ ഖൗലു സൂഫിയ്യ അൽ മുലാഹിദ അസ്സനാദിഖ. ഇത് തികഞ്ഞ കള്ളവാദികളായ സൂഫികളുടെ വാദമാണ്. ഇത് പല കിതാബുകളിലും അവർ എഴുതി വിട്ടിട്ടുണ്ട്. പല പള്ളികളിലും ഇവരിത് വായിച്ചു കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. എന്നിട്ട് അതിന് മറുപടി പറയാണ് ഉലമാക്കൾ. എന്ത്? മഹാന്മാരായ അമ്പിയാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിടത്ത് അവർ അള്ളാഹിൻ്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്നവരാണ്, അള്ളാഹിൻ്റെ നരകത്തെ പേടിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്നവരാണ് എന്ന് അള്ളാഹ് അവരെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. എവിടെ? സൂറത്തുൽ ഇസ്രായിലെ 57-ാമത്തെ ആയത്ത്. ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. നബിമാരെ കുറിച്ചും മലക്കുകളെ കുറിച്ചും ഒക്കെ പറയാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള മലക്കുകളും നബിമാര് വരെ റബ്ബിനോട് അവർ ഇബാദത്തെടുക്കുന്നതും റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ഒക്കെ എപ്രകാരമാണ്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ മോഹിച്ചുകൊണ്ടും അവൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടുമാണ്. സൂഫികൾ പറയുന്നു അങ്ങനെ പേടിച്ചിട്ടും അങ്ങനെ മോഹിച്ചിട്ടും ചെയ്യാൻ പാടില്ല. ഇസ്ലാം എന്ന ഔട്ടാണ് സൂഫികളുടെ വാദം. തീർന്നില്ല. സൂറത്തുൽ അംബിയ 90-ാമത്തെ ആയത്ത് നബിമാരെ കുറിച്ച് പറയാണ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അമ്പിയാക്കന്മാരൊക്കെ നല്ല നല്ല കാര്യങ്ങളിൽ തിരക്ക് കൂട്ടുന്നവരായിരുന്നു, പിന്നേക്ക് നീട്ടിവെച്ചിരുന്നില്ല. ഒരു നല്ല സ്വഭാവമാണ്. ഒരു നന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ഉടനെ ചെയ്തോളണം. നാളേക്ക് നീട്ടിവെച്ചാൽ നാളെ എന്നുള്ളത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി നാളെ നമ്മൾ ജീവിച്ചിരുന്നാൽ തന്നെ അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരു സൽക്കർമ്മത്തിന് എപ്പോൾ അവസരം കിട്ടുന്നോ ഉടനെ അത് ചെയ്തോളണം. അതായിരുന്നു നബിമാരുടെ സമ്പ്രദായം. ഒന്ന്. രണ്ടാമത് അവരെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതെന്താണ്? വയദ്ഊനനാ, അവർ നമ്മോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എങ്ങനെ? നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് എന്നല്ല, റഗബൻ വറഹബൻ, സ്വർഗത്തെ മോഹിച്ചുകൊണ്ടും നരകത്തെ പേടിച്ചുകൊണ്ടും. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മളോട് വളരെയേറെ ഭയഭക്തി വെച്ച് ജീവിക്കുന്നവരായിരുന്നു.
അമ്പിയാക്കന്മാരുടെ പേരിൽ തന്നെയുള്ള സൂറത്തിലെ 90-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. മാത്രമല്ല, അള്ളാഹു സ്വർഗ നരകങ്ങളെ സൃഷ്ടിച്ചു വെച്ചത് പിന്നെ വെറുതെ ആയിപ്പോകും. കാരണം എന്താ? എന്നാ പിന്നെ എന്തിനാ അള്ളാഹു സ്വർഗം പറഞ്ഞ് മോഹിപ്പിക്കുന്നത്, നരകം പറഞ്ഞ് പേടിപ്പിക്കുന്നത്? വേണ്ടല്ലോ, നിങ്ങൾ ഇന്നെ ഭയപ്പെട്ടോ, ഇന്നെ സ്നേഹിച്ചോളി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? അല്ല നമ്മളോട് നൂറുകണക്കിന് ആയത്തുകളിലൂടെയാണ് സ്വർഗം പറഞ്ഞ് കൊതിപ്പിക്കുന്നത്. സ്വർഗം പറഞ്ഞ് ഇങ്ങനെ കൊതിപ്പിക്കന്നെയാണ്, നരകത്തെ പറഞ്ഞ് പേടിപ്പിക്കന്നെയാണ്. എന്തിനാണത്? നരകത്തെ പേടിച്ചിട്ടും സ്വർഗത്തെ ഭയപ്പെട്ട് ആഗ്രഹിച്ചിട്ടും ഒക്കെ തന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. എന്നാലതൊക്കെ ആത്യന്തികമായി ആരോടുള്ള പേടിയും ആരോടുള്ള ഇഷ്ടമാണ്? അള്ളാഹിനോടാണ്. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുമില്ലല്ലോ. മാത്രല്ല, അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗത്തെ ചോദിക്കാത്ത ദിവസമല്ല, നരകത്തെക്കുറിച്ച് കാവൽ തേടാത്ത ദിവസമല്ല. 5 നേരം നിസ്കാരം കഴിയുന്നതിന് മുമ്പ് നമ്മൾ നരകത്തിൻ്റെ കാവൽ തേടുന്നുണ്ട് അള്ളാഹുവിനോട്. സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ. പിന്നെ ഇതൊക്കെ വെറുതെ അല്ലേ? എന്നാൽ പിന്നെ സ്വർഗം ചോദിക്കാൻ പറ്റില്ല. അല്ലാ, നിന്നോടുള്ള ഇഷ്ക്, നിന്നോടുള്ള കാമം, നിന്നോടുള്ള പ്രേമം, നിന്നോടുള്ള അനുരാഗം എനിക്ക് വർദ്ധിപ്പിച്ചേരണേ എന്ന് പറഞ്ഞാൽ പോരെ? എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പിന്നെ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ലേ? ഈ സൂഫി ചിന്താഗതിക്കാരുടെ വാദം ശരിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ ചെയ്തിരുന്നത്. മാത്രമല്ല, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന ഖുർആൻ വ്യക്തമായി പറഞ്ഞു തന്നു. അവർ ഇങ്ങനെ പ്രാർത്ഥിക്കും: റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, ഇനി ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണം, ആഖിറത്തിൽ ഹസനത്ത് തരണം എന്ന് പറഞ്ഞാൽ അള്ളാനെ കാണാൻ പറ്റുക, സ്വർഗം കിട്ടുക. വഖിനാ അദാബന്നാർ, നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ. മനസ്സിലായില്ലേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹിൻ്റെ റസൂല് ഒരാളോട് ചോദിക്കുകയാണ്, മാ തഖൂലു ഫിസ്സലാ, നിസ്കാരത്തിൽ എന്താ നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുള്ളത്? അപ്പോൾ ആ സഹാബി പറഞ്ഞു, അതശഹദു, ഞാൻ തശഹുദ് ചൊല്ലും. നിസ്കാരത്തിൻ്റെ അവസാനം ഞാൻ അത്തഹിയാത്ത് ഓതും. അത്തഹിയാത്ത് ഓതിയിട്ട് അതിൻ്റെ അവസാനം സുമ്മ അസ്അലുല്ലാഹൽ ജന്ന, ഞാൻ അള്ളാഹിനോട് എന്ത് ചോദിക്കും? സ്വർഗം ചോദിക്കും. വഅഊദു ബിഹി മിനന്നാർ, ഞാൻ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം ശ്രദ്ധിച്ചു നോക്കുക. അമാ വല്ലാഹി, അള്ളാഹിനെ തന്നെയാണ് നബിയെ, ഞങ്ങളോട് ഒരു കാര്യം പറയട്ടെ, മാ ഉഹ്സിനു ദൻദനതക വലാ ദൻദനത മുആദ് ഇബ്നു ജബൽ. നബിയെ, നിങ്ങളും മുആദ് റളിയല്ലാഹു അൻഹു ഒക്കെ നിസ്കാരത്തിൽ കുറേ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്താ വാചകം എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ നിങ്ങൾ ദീർഘനേരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ ദൻദന എന്ന് പറഞ്ഞാൽ അറബി പ്രയോഗമനുസരിച്ച് ഇപ്പം ഞാൻ അങ്ങനെ ഒരു വാചകം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ പ്രയോഗിക്കുന്ന വാചകം ഏതാ നിങ്ങൾക്കൊട്ട് മനസ്സിലാവുന്നില്ല. അതിനാണ് എന്ത് പറയാ? ദന്തന. അപ്പം ഈ സഹാബി പറയണേ, നബിയെ, നിങ്ങളും മുആദ് റളിയല്ലാഹു അൻഹു ഒക്കെ നിസ്കാരത്തിൽ ഇങ്ങനെ കുറേ മന്ത്രിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ചുണ്ടളകി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഞാൻ കാണാറുണ്ട്. പക്ഷെ അതെന്താണെന്നും അതൊന്നും എനിക്ക് പറ്റാറില്ല, അത്രയൊന്നും എനിക്ക് പറ്റൂല, പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം. അതാ മുത്ത് റസൂൽ. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ലേ, എന്നാ പിന്നെ നിന്റെ കാര്യം പോക്കാട്ടോ എന്നല്ല അള്ളാഹിൻ്റെ റസൂൽ പ്രതീക്ഷ കൊടുക്കുക. അദ്ദേഹം പറയണേ, എന്തിനാ ഞങ്ങൾ ബേജാറായണത്? ഹൗലഹാ നുദന്ദിനു, ഞങ്ങളും അയിമ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ചോദിക്കാറുള്ളത്. ഏതിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ഞങ്ങളെയും ദ്വാ, സ്വർഗം തരണേ, നരകത്തുനിന്ന് കാവൽ തരണേ. അപ്പം നമ്മൾ അള്ളാഹിനോട് നിസ്കാരത്തിലും പുറത്തൊക്കെ ധാരാളം ചോദിക്കേണ്ട കാര്യമാണെന്ത്? സ്വർഗം ചോദിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന്. ഈ സൂഫികൾ പ്രചരിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. റാബിയത്തുൽ അദവിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സൂഫി സ്ത്രീയുണ്ട്. അവരെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞു എന്നൊന്നും രേഖയൊന്നുമില്ല, പക്ഷെ സൂഫികൾ ഇന്നും പ്രചരിപ്പിക്കലുണ്ട്. എന്താ അറിയോ? അവരെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അത്രേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻകുന്തു അഅ്ബുദുക ഖൗഫൻ മിനൻ നാരി, അല്ലാഹുവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നത് നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ ഫഅഹ്രിഖ്നി ബിനാരി ജഹന്നം, നീ എന്നെ ജഹന്നമിലിട്ട് കത്തിക്കണേ. നരകത്തെ പേടിച്ചിട്ട് ഇബാദത്ത് എടുക്കാൻ പാടില്ല എന്ന് വരുത്തി തീർക്കാണ്. റാബിയത്തുൽ അദവിയ എന്ന വലിയത്തായ സ്ത്രീ എന്താ പ്രാർത്ഥിച്ചിരുന്നത്?
അള്ളാഹുവേ, നിന്റെ നരകത്തെ പേടിച്ചിട്ടാണ് ഞാൻ നിനക്ക് ഇബാദത്തെടുക്കുന്നതെങ്കിൽ നീ എന്നെ ആ നരകത്തിലിട്ട് കത്തിച്ചാമ്പലാക്കിക്കോളൂ. പ്രാർത്ഥിക്കണേ. വൈകുന്തു അഅ്ബുദുക ത്വമഅൻ ഫിൽ ജന്ന, സ്വർഗത്തെ മോഹിച്ചുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇബാദത്തെടുക്കുന്നതെങ്കിൽ ഫഹരിംനീ മിൻഹാ, ആ സ്വർഗം നീ എനിക്ക് തടയണേ. അവനോട് പ്രാർത്ഥിക്കണേ. മനസ്സിലാക്കണം, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? തനിച്ച തെറ്റ് ഹറാമായ കാര്യമാണ്. മാത്രമല്ല, അവരെ കുറിച്ചൊരു കഥ ഉണ്ട്. അവരൊരിക്കൽ ബസറയിലൂടെ അങ്ങനെ ഓടുകയാണ്. ഒരു കയ്യിൽ തീപ്പന്തമുണ്ട്, മറ്റേ കയ്യിൽ ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. റാബിയത്തുൽ അദവിയ ബസറായിലെ തെരുവുകളിലൂടെ ഓടുകയാണ്. ഒരു കയ്യിൽ പന്തം കത്തിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ വെള്ളപ്പാത്രമുണ്ട്. ആളുകൾ ചോദിച്ചു, റാബിയ എവിടേക്കാണ് ഈ ഓടുന്നത്? ഒരു കയ്യിൽ പന്തവും ഒരു കയ്യിൽ വെള്ളവുമായിട്ട്. റാബിയത്തുൽ അദവിയ പറഞ്ഞു, ഞാൻ അള്ളാന്റെ നരകത്തെ വെള്ളമൊഴിച്ച് കെടുത്താൻ പോവുകയാണ്, അള്ളാന്റെ സ്വർഗം ഈ തീപ്പന്തം കൊണ്ട് കത്തിക്കാനും പോവുകയാണ്. എന്തേ കാരണം? ആൾക്കാരൊക്കെ സ്വർഗത്തെ പേടിച്ചിട്ടും സ്വർഗത്തെ ആഗ്രഹിച്ചിട്ടും നരകത്തെ ഭയപ്പെട്ടിട്ടും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹ്ക്ക് ഇബാദത്ത്. ഇന്നത്തോടെ ആ പണി ഇവിടെ ഒഴിവാക്കണം. അതുകൊണ്ട് ഞാൻ നരകത്തെ കെടുത്താൻ പോവുകയാണ്, ഈ വെള്ളം കൊണ്ട് സ്വർഗത കത്തിച്ച് കരിക്കാൻ പോവുകയാണ്. ഇനി ഒരാളും ഇവിടെ സ്വർഗവും നരകവും വെച്ചിട്ട് ഇബാദത്ത് എടുക്കണ്ട, അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഇബാദത്ത് എടുത്തോട്ടെ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇബാദത്ത് എടുത്തോട്ടെ എന്ന് അവർ പറഞ്ഞു എന്നാണ്. ഇതൊക്കെ സുഹൃത്തുക്കളെ ഇസ്ലാമികമായി തെറ്റാണ്. പിന്നെ നബിമാരെന്തിനാ ഈ സ്വർഗം ചോദിക്കാൻ പറഞ്ഞത്? എന്തിനാ ഈ നരകത്തെ പേടിക്കാൻ പറഞ്ഞത്? അപ്പൊ ഇതെന്തിനാന്നറിയോ? ഇതിപ്പോ നമുക്കത് മനസ്സിലാവൂല. ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുതരം സൂഫി ഭ്രാന്തന്മാരാണ് പാട്ടുകാര് ഒക്കെ. സൂഫി ഭ്രാന്തന്മാരാ. ഭ്രാന്തായാൽ എന്ത് സുഖം എന്നാണ് ഒരുത്തം പാടിയത്. ഭ്രാന്തായാൽ എന്ത് സുഖം, നല്ല സുഖമാണല്ലോ ഭ്രാന്തായാലേ. അപ്പൊ അതേമാതിരി അപ്പൊ അതിനൊക്കെ പറയാം, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല, അതൊക്കെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള കാമം മൂത്തിട്ടുള്ള ഭ്രാന്താണ്, പ്രേമലഹരിയാണ് എന്നൊക്കെ അർത്ഥം വെക്കുക. ഇതേപോലെ ഒരുപാട് ശൈത്താന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഓലെ പാട്ട് മുഴുവൻ എന്നിട്ട് ഇരുന്ന് കേൾക്കണോനോ ആണും പെണ്ണൊക്കെ ഓൻ്റെ വേഷം കണ്ടാൽ തന്നെ അറിയാം ഓൽക്ക് എത്രത്തോളം പടച്ചവനോട് പേടിൻ്റെ. സൂഫികളുടെ സരസ്വനെ നോക്കി, സൂഫികളുടെ കവാലി നടക്കുന്നിടത്ത്, സൂഫി രാഗങ്ങൾ നടക്കുന്നിടത്ത്, സൂഫി പ്രണയഗാനങ്ങൾ നടക്കുന്നിടത്ത് തബലയും ഹാർമോണിയവും ചെണ്ടയും മദ്ദളമൊക്കെ അടിച്ചിട്ടാണ് പാടുക. കേൾക്കുന്നവനും ഇരുന്നിട്ടൊരു പ്രത്യേക ലഹരിയില. ഓന് വേറെ കഞ്ചാവൊക്കെ അവന് അനുവദനീയാണ്. അതാ സൂഫികൾ. ഹശീഷ് അടിച്ചിട്ട്, ഹശീഷ് എന്ന് പറഞ്ഞാൽ പുല്ല്, കഞ്ചാവ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് മുന്നറിയിപ്പ്, ഇതൊക്കെ പ്രിക്കോഷൻ തരിക കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താ ഇപ്പം ഇയാൾ ഈ പറയുന്നത്, നരകത്തെ പേടിക്കാൻ പാടില്ല, സ്വർഗത്തെ മോഹിക്കാൻ പാടില്ല, ഇതൊക്കെ വരാൻ പോണതാ. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈസ് ഇറ്റ് ട്രൂ? അത് ചോദിക്കരുത്. അതിനപ്പം തന്നെ ഈ മരുന്ന് തരുന്നത് അത് വരെ അസുഖ, ഇവരുടെ അസുഖമാണത്. സൂഫികളെല്ലാം അള്ളാനെയൊക്കെ പെണ്ണിനോടാ ഉപമിക്കുക, ഒക്കെ ഇഷ്ക് അള്ളാനോട്. അതാ ഭ്രാന്തായാൽ എന്ത് സുഖം എന്നൊക്കെ പറയുന്നത്. അതാണ് ഓല ഭ്രാന്ത്, അങ്ങനെയാണ്. അപ്പം ഈ വിധത്തിൽ കുറേ ഭ്രാന്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഖുർആനും ഹദീസും അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഓരോന്നും ആനുകാലിക സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫിത്നകളെ കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് വരാനാണ്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സത്യവിശ്വാസികളെ കുറിച്ച് ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ. സ്വർഗത്തെ നരകത്തെ പേടിച്ചിട്ടും സ്വർഗത്തെ മോഹിച്ചിട്ടുമാണ് അവർ അള്ളാഹുവിനോട് ഇബാദത്ത് എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. സൂഫികൾ പറയണു അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലാ എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, സ്വർഗം നരകമൊന്നും ചിന്തിക്കാനേ പാടില്ല. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട, വിഷയമല്ല, വിഷയാണ്. അപ്പം എന്തിനാ അള്ളാഹു ആയിരക്കണക്കിന് ആയത്തുകളിലൂടെ സ്വർഗത്തിൻ്റെ ഈ മനോഹാരിതകൾ ഇങ്ങനെ വർണ്ണിച്ചു തരുന്നത്? നരകത്തിൻ്റെ ഭീകരതകൾ ഇങ്ങനെ നമ്മെ പറഞ്ഞു പേടിപ്പിക്കുന്നത് എന്തിനാ അതിപ്പം തന്നെ പടച്ചു വെച്ചിരിക്കുന്നത്? സ്വർഗവും നരകമൊക്കെ പഴയ റെഡിയാട്ടോ. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്, അത് മറന്നു പോകരുത്. സ്വർഗപ്പം റെഡിയാണ്, നരകമൊപ്പം റെഡിയാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടു വെച്ച് കഴിഞ്ഞു. നരകവും അങ്ങനെ തന്നെയാണ്. ഉഇദ്ദത്തുൽ ലിൽ കാഫിരീൻ, അത് നിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. ഒക്കെ റബ്ബ് വെറുതെ പടച്ചതല്ല, നമ്മെ കൊതിപ്പിക്കാനും പേടിപ്പിക്കാനും ഒക്കെ തന്നെയാണ്. ഒക്കെ ആവശ്യമാണ്. നാമാകുന്ന പ്രൊഡക്റ്റ്, മനുഷ്യനാകുന്ന ഈ വസ്തുവിനെ, ഈ ശക്തിയെ പടച്ചവനായ റബ്ബിനറിയാം ഇതിൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും ഒക്കെ എന്താണ്.
അതിനനുസരിച്ചുള്ള എല്ലാം റബ്ബ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. പേടിപ്പിക്കേണ്ടത് പേടിപ്പിച്ചും വെച്ചിട്ടുണ്ട്. എല്ലാം സത്യമാണ്, എല്ലാം സത്യവുമാണ്. കേവലം പേടിപ്പിക്കലോ കേവലം കൊതിപ്പിക്കലോ അല്ല. അത് മനുഷ്യന്മാരെ തൊഴിലാണ്. ഇല്ലാത്തത് പറഞ്ഞ് കൊതിപ്പിക്കുക, ഇല്ലാത്തത് പറഞ്ഞ് പേടിപ്പിക്കുക. കുട്ടികളോട് പറയില്ലേ, എനിക്ക് അന്നര് തരാ ഈ ചോറാണ് തിന്നാലേ എന്ന് പറയില്ലേ, നുണ പറഞ്ഞ് കൊതിപ്പിക്കും. കോത്താമ്പി വരും, ചാക്ക് പിടുത്തക്കാരൻ വരും, അണ്ണാച്ചി കുട്ടികളെ കൊണ്ടുപോകണം അണ്ണാച്ചി വരും എന്ന് പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് പേടിപ്പിക്കും. കാര്യം നടക്കലേ അവർക്ക് ലക്ഷ്യമുള്ളൂ. അള്ളാഹ് അങ്ങനെയല്ല. അള്ളാഹു കൊതിപ്പിക്കുന്നതും 100% സത്യം, പേടിപ്പിക്കുന്നതും 100% സത്യം. മുഅ്മിനീങ്ങൾക്കത് പേടിയുമുണ്ട്. അതാണ് യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. അതുകൊണ്ട് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ദുആ ചെയ്യുമ്പോൾ ഖൗഫും തമഉമില്ലാത്തൊരവസ്ഥയോടെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ ഇങ്ങനെയൊക്കെ കുത്തിരുന്ന് പ്രാർത്ഥിക്കാനിട്ടല്ലേ. ചിലർ ഇങ്ങനെ പിടിക്കും, ചിലർ ഇങ്ങനെ കുത്തിരും. ഇങ്ങനെ കണ്ടൊരു പ്രാർത്ഥന ഇങ്ങനെ പിടിക്കുക, ആമി എടുക്കുകയാണ്. ആമി എടുത്തോളിയാ ഇങ്ങനെ പിടിക്കുക. സ്റ്റേജ് മേലെ മൂലയന്മാർ വരെ കാണാം, ആമി എടുക്കുകയാണ്. ദുആ ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങളുടെ ഉള്ളം കൈകൾ കൊണ്ട് ദുആ ചെയ്യൂ അള്ളാഹുവിനോട് എന്നാണ്. നിങ്ങളുടെ പുറം കൈകൾ കൊണ്ടല്ല. അങ്ങനെ പിടിക്കുമ്പോൾ കൈ എങ്ങട്ടാ? ഈ കൈയല്ലേ. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ പരിചാരം. ഇങ്ങനെ പിടിക്കുക അതൊന്നുമല്ല. പ്രാർത്ഥനയുടെ യാചിക്കണം. അള്ളാഹു മനസ്സറിയണം എന്നാണ്. ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ. ഏതു മാനസികാവസ്ഥയിൽ? വഅൻതും നിങ്ങൾ മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് നല്ല ഉറപ്പോടെ ചോദിച്ചോളണം. അള്ളാഹ് കേൾക്കുവോ, ഉത്തരം തരുവോ എന്നുള്ള നിരാശ ഉണ്ടാവരുത്. ഉറപ്പിച്ചോൾ, എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം തരും. ഇവിടുന്ന് വന്നില്ലെങ്കിൽ ആഖിറത്തുനിന്ന് വരും. ദുആക്ക് ഉത്തരം കിട്ടൽ 3 നിലക്കുണ്ടല്ലോ. ഒന്നുകിൽ ചോദിച്ച കാര്യം അള്ളാഹ് തരും, അല്ലെങ്കിൽ ചോദിച്ച കാര്യം തരൂല, വേറെന്തെങ്കിലും ഒരു നമുക്ക് വരാനിരിക്കുന്ന ആപത്ത് ദുന്യാവെന്ന് അള്ളാഹു എന്ത് ചെയ്യും? തടുക്കും. അത് രണ്ടും നടന്നില്ലെങ്കിൽ ആഖിറത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം പ്രത്യേകം നീക്കി വെക്കും. 3ആയാലും നമ്മൾ ബമ്പർ ഗോൾ അടിച്ചു. പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നതിന് നിരാശ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ആ ഇങ്ങനെയാണ് കാര്യം, എന്നാ പിന്നെ ഞങ്ങൾ നുക്സിറു ദുആ, ഇനി ദുആ ഒന്നും ഞങ്ങൾ അധികരിപ്പിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, എങ്കിൽ ഫല്ലാഹു അക്സർ, അള്ളാഹ് അങ്ങ് കയ്യിലേറെ തരുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമുക്ക് ആർക്കും തോന്നരുത്. എത്ര നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ അത്രയും നല്ലതാണ്. എല്ലാത്തിനും ഉത്തരമുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യസ്തജീബു ലിഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, ശ്രദ്ധയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സ് ശ്രദ്ധിച്ച് ചൊറിഞ്ഞും മാന്തിയും ദുആർക്കുന്നവന്റെ ദുആക്ക് അല്ലാഹ് ഉത്തരം കൊടുക്കൂല. ദുആ ചെയ്യുമ്പോൾ നല്ല മനസ്സാന്നിധ്യം വേണം, മനസ്സ് വളരെ ശ്രദ്ധ വേണം, ഗാഫിലാവരുത്, ലാഹിൻ ലഹുവിൽപ്പെട്ടു പോകരുത്. റബ്ബിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിച്ച് ചോദിച്ചോളണം. അതും ഏതാ സമയം നോക്കണം. രാത്രികളിൽ അവർ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹ് പറയുന്ന നേരമാണത്. എന്നോട് ചോദിച്ചോളൂ, ഉത്തരം തരാം. എന്നോട് പാപമോചനത്തിന് തേടിക്കോളൂ, പാപം പുറത്തു തരാം. എന്നോട് ആവശ്യങ്ങൾ എന്തുമുണ്ടെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാം. അതേതുവരെ നീണ്ടു നിൽക്കും ആ ഓഫർ ടൈം? സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ അതിനുള്ള സമയമാണ്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അടുത്ത ഗുണം പറഞ്ഞതെന്താ? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ്. സത്യവിശ്വാസികൾക്ക് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ് ആ പറയുന്നത്. അവർക്ക് കിട്ടിയതൊക്കെ ആര് കൊടുത്തതാണ് എന്ന് അവരുടെ ചിന്ത ഉണ്ടാവും. അള്ളാഹ് കൊടുത്തതാണ്. റസഖ്നാഹും എന്നാ അള്ളാഹ് പറയുന്നത്. റസഖ്ന എന്ന് പറഞ്ഞാൽ എന്താ? നാം കൊടുത്തോഹും, അവർക്ക്, നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ ഇത് പറയുന്നുണ്ട്. അവരുടെ സമ്പത്ത് അവർ ചെലവഴിക്കും. വെറും നിസ്കാരവും മാത്രമൊന്നുമല്ല, നിസ്കാരവും തഹജ്ജുദും പ്രാർത്ഥനയും മാത്രമൊന്നുമല്ല മുഅ്മിനീങ്ങൾക്കുള്ളത്.
അവർ നല്ലോണം സമ്പത്ത് ചെലവഴിക്കും. ആ സമ്പത്ത് അവർക്ക് എവിടുന്ന് കിട്ടിയതാന്ന് അവർക്ക് നല്ല ചിന്ത ഉണ്ടാകും. അള്ള തന്നതാണ്, എൻ്റെ പവർ കൊണ്ടോ എൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടോ നേടിയതാണെന്ന ഗമ അവർക്കുണ്ടാവില്ല. മറിച്ച് അവരുടെ കയ്യിൽ വന്നതൊക്കെ ആര് കൊടുത്തതാണ്? അള്ള കൊടുത്തതാണെന്ന ഉത്തമ ബോധ്യം ഉണ്ടാകുമ്പോൾ അള്ള പറഞ്ഞിടത്തേക്ക് അത് അവർ ചെലവഴിക്കുകയും ചെയ്യും. അതാണ് ഖുർആൻ പറഞ്ഞത് അവരുടെ സ്വഭാവം. അവരുടെ സമ്പത്തിൽ അവകാശം അവർ വിട്ടുകൊടുക്കും. ആർക്കൊക്കെ? ലിസ്സായിലി, വല്ലതും തരണേ എന്ന് ചോദിച്ചു വരുന്നവർക്കും, വൽ മഹ്റൂം, ചോദിക്കാൻ അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ട് കഷ്ടപ്പാടുകൾ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഒരാളോട് വല്ലതും ചോദിക്കാൻ അവരുടെ ഇസ്സത്ത് സമ്മതിക്കുന്നില്ല. അത്തരം ആളുകളെ കണ്ടറിഞ്ഞിട്ടും അവർ സഹായിക്കുന്നതാണ്. രണ്ട് നിലക്ക് നമ്മുടെ സഹായം അറിയിക്കുന്നവർ ലോകത്തുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, എനിക്ക് വല്ലതും തരണേന്ന് പ്രയാസവും കഷ്ടപ്പാടും നമ്മളോട് അറിയിച്ച് നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് കൊടുക്കണം. അവർക്കുള്ള ഹക്കാണ്, നമ്മളെ മുതലിലൊരു ഹക്കുണ്ട്, അവർക്ക് കൊടുക്കണം. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അവർ ചോദിക്കൂല, ചോദിക്കാൻ അവരുടെ ഇസ്സത്ത് സമ്മതിക്കൂല, ഇന്ന് വരെ ഒരാളോട് ചോദിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് എന്നാലോ അവരുടെ അവസ്ഥ നമുക്ക് കണ്ടറിയും, മനസ്സിലാവും. എങ്ങനെ? പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, വിഷമമൊക്കെ ഉണ്ടാവും, ആരോടും അവർ പറയൂല. പക്ഷെ നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. എന്നെങ്കിൽ അവരോട് ഏറ്റവും അടുത്ത ആളുകൾ മുഖേന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരുടേതായ പ്രയാസങ്ങൾ മുഖേന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരം ആളുകൾക്ക് ആരും കൊടുക്കൂല, കാരണം അവരെ കണ്ട ഭയങ്കര ഉഷാറിലാണ്. ഖുർആൻ അങ്ങനെ തന്നെ അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. യഹ്സബുഹുമുൽ ജാഹിൽ, ജാഹിലീങ്ങൾ വിചാരിക്കും അവരെ കാണുമ്പോൾ അഗ്നിയാ, ഇവരൊക്കെ ഇല്ല മുതലാളിമാർ, അവർക്കൊന്നും നമ്മൾ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാരണം എന്നറിയാം അവരെക്കുറിച്ച് അങ്ങനെ തോന്നാൻ കാരണം? മിനത്തഅഫുഫി, ഒരു വല്ലാത്ത ഇസ്സത്തുള്ളവരായിരിക്കും. പട്ടിണി കിടന്നാലും വേണ്ടില്ല, ഒരാൾ അറിയിക്കൂല. അങ്ങനത്തെ ഒരുപടി ആളുകൾ, ചോദിച്ചു വരുന്നവരേക്കാൾ കൂടുതൽ ആളുകൾ അഭിമാനം കൊണ്ട് തൻ്റെ പ്രയാസം പുറത്തു പറയാത്ത ആളുകൾ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അവരൊക്കെ കണ്ടറിഞ്ഞു കൊടുക്കണം. അതാണ് ഹഖുൽ ലിസായിലി വൽ മഹ്റൂം. അവർക്ക് ചെലവഴിക്കുന്നു, അതാ മുഅ്മിനീങ്ങളുടെ ഗുണം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിർബന്ധ സക്കാത്തും അല്ലാത്ത സദഖകളും ദാനധർമ്മങ്ങളും ഒക്കെ ഇതിൽ വന്നു. എല്ലാവരും കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ആളുകളുമാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി അല്ലാഹു തആല പറയുന്നത് നോക്കൂ, ഫലാ, അടുത്ത ആയത്ത്. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ മേൽ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. മുഅ്മിനീങ്ങളുടെ ഗുണം പറഞ്ഞില്ലേ? ഇതൊക്കെ പറഞ്ഞത്, ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദാ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇതൊക്കെ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം കേട്ടോളൂ. ഫലാ തഅലമു നഫ്സുൻ, ഫലാ തഅലമു, അറിയാവുന്നതല്ല. ഫലാ തഅലമു, അറിയാവുന്നതല്ല, അറിയൂല. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, യഅലമു. ഫലാ തഅലമു, അതിനാൽ അറിയുകയില്ല. നഫ്സുൻ, ഒരാൾക്കും അറിയാവുന്നതല്ല, ഒരാൾക്കും അറിയാവുന്നതല്ല. എന്ത്? മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി അല്ലാഹു സ്വകാര്യമാക്കി സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ളതെന്തോ, അവർക്ക് വേണ്ടി അല്ലാഹു സ്വകാര്യമായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ഒരാൾക്കും അറിയൂല. എന്തിൽ നിന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്? മിൻ ഖുർറത്തി അഅ്യുനിൻ, കൺകുളിർമയായിക്കൊണ്ട്, അവരുടെ കണ്ണിന് കുളിർമി ആനന്ദമൊക്കെ ആയിക്കൊണ്ട് സ്വർഗത്തിൽ അള്ളാഹ് അവർക്ക് ഉഖ്ഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്യപ്പെടുത്തിയിട്ടില്ല. എന്താണ് സർപ്രൈസാണ്. എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ സർപ്രൈസാണ്. അതാ അവിടെ അള്ളാഹ് പറയുന്നത്. ഒരാൾക്കും അറിയൂല മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി സ്വകാര്യമായി അള്ളാഹ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെന്തോ, മിൻ ഖുർറത്തി അഅ്യുനിൻ, അവരുടെ കണ്ണിന് കുളിർമയായിക്കൊണ്ട്, അവർക്കുള്ള ആനന്ദവും കൺകുളിർമയൊക്കെ ആയിക്കൊണ്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താന്ന് ഒരാൾക്കും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് അവർക്കത് അള്ളാഹ് കൊടുക്കുന്നത്? ജസാഅ, പ്രതിഫലമായിട്ട്, ജസാഅൻ, പ്രതിഫലമായിട്ട്, കൂലിയായിട്ട്. ബിമാ കാനൂ യഅ്മലൂൻ,
അവര് പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ കാരണം, അവര് പ്രവർത്തിച്ചിരുന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. സ്വർഗമുണ്ട് എന്ന് പറയുന്നതിന് ബദല് അള്ളാഹ് ഇവിടെ പറഞ്ഞതെന്താ? അവർക്ക് സ്വർഗത്തിൽ അള്ളാഹ് തയ്യാറാക്കി ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ ഇവർക്ക് വേണ്ടി ഇങ്ങോട്ട് സർപ്രൈസ് അടിക്കാൻ വേണ്ടി കാത്തു വെച്ചിരിക്കണം. എന്നാലോചിച്ച് നോക്കി, സ്വർഗത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി പറഞ്ഞിട്ടില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ അത് സർപ്രൈസാണ് എന്നാണ്. എന്താ ഈ സർപ്രൈസിൻ്റെ പ്രത്യേകത? എന്താന്ന് മനസ്സിലാവില്ല, ആർക്കും തിരിയൂല. പെട്ടെന്ന് ആ സംഭവം അറിയാം. പ്രതീക്ഷിക്കാത്തതിന് വരലാണെന്ത് സർപ്രൈസ് കേട്ടോ. അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള, സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ സുഖങ്ങളും സൗകര്യങ്ങളും ഹദീസിൽ കാണാം. സ്വർഗമെന്ന് പറയുന്നത് എങ്ങനെയാണ്? മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും ഇന്നേവരെ കണ്ടിട്ടില്ല. ഒരു കണ്ണും ഇന്നേവരെ കണ്ടിട്ടില്ല. സ്വർഗത്തിലുള്ളത് എന്താന്ന് ഒരു കണ്ണും ഇന്നേവരെ കണ്ടിട്ടില്ല. വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടുമില്ല. വലാ ഖൽബുൻ, ഒരു ഹൃദയത്തിലും ഇന്നുവരെ ഇമേജ് ചെയ്യാൻ പോലും സാധ്യമായിട്ടില്ല. ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു ചിന്തക്കും ഇന്ന് വരെ വിഷയീഭവിച്ചിട്ട് പോലുമില്ലാത്തത്ര സുഖങ്ങളുടെ ലോകമാണ് സ്വർഗം. കാരണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പേരും അവിടുത്തെ പേരും തമ്മിൽ അള്ളാഹ് എന്ത് ചെയ്യും? ഇങ്ങനെ കണക്ട് ചെയ്ത് പറയും. അവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, പാലുണ്ട്, നദികളുണ്ട്, സോഫകളുണ്ട്, കട്ടിലുകളുണ്ട്, ആഭരണങ്ങളുണ്ട്, സ്ത്രീകളുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നല്ലാതെ പേരിൽ മാത്രം നാമമാത്ര ബന്ധമല്ലാതെ വിഷയവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതാ സ്വർഗം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? വമ്പിച്ച സർപ്രൈസ് തന്നെയാണെന്ത് സ്വർഗം. ദുന്യാവിൽ വെച്ച് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു സർപ്രൈസിന്റെ പാക്കേജാണ് എവിടെ കിട്ടാൻ പോകുന്നത്? സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നത്. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിവിടെ കാണുന്ന കാര്യങ്ങളൊന്നും വെച്ച് സ്വർഗത്തെ സങ്കല്പിക്കാൻ നോക്കിയാൽ അത് നടക്കൂല. ഇങ്ങനെ ആവുമോ? ഇങ്ങനെ ആയിരിക്കൂലേ? ഒരു സങ്കല്പത്തിനും അതീതമാണത്. കാരണം അവിടുത്തെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തികച്ചും വ്യത്യസ്തവും മനുഷ്യനെ സർപ്രൈസ് ചെയ്യുന്ന, അതിശയിപ്പിക്കുന്നതുമായിരിക്കും. മനസ്സിലായില്ലേ? ദുന്യാവിലൊരു സർപ്രൈസ് കിട്ടിയാൽ തന്നെ നമ്മളാകെ ബേജാറാവും. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് നമ്മുടെ മക്കളൊരു സർപ്രൈസ് പരലോകത്തുനിന്ന് തരാൻ പോകുന്നുണ്ട് എന്നാണ് ആലോചിച്ച് നോക്കിയെങ്കിൽ. ഇനി പറയുന്നൊരു ശരിക്കും ശ്രദ്ധിച്ചോളൂ. നമ്മളെ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി പരലോകത്ത് വെച്ചൊരു ഉഗ്രൻ സർപ്രൈസ് തയ്യാറാക്കി വെക്കുന്നുണ്ട് എന്നാണ്. അത് അവിടെ നമ്മൾ മനസ്സിലാവുള്ളൂ. എന്താ ഈ സർപ്രൈസ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ കടന്ന വാപ്പിയും ഉമ്മയും വിചാരിക്കാണ്, എനിക്ക് യോജിച്ചൊരു നിലക്കുള്ള സ്ഥാനമല്ലല്ലോ കിട്ടിയിട്ടുള്ളത്, ഞാൻ വിചാരിച്ചതിനേക്കാണൊക്കെ ഉന്നതമായ ഗ്രേഡിലാണല്ലോ ഇപ്പൊ എനിക്ക് സ്വർഗത്തിൽ സീറ്റുള്ളത് എന്നാണ് ഉമ്മയും വാപ്പിയും ചിന്തിക്കുന്നത്. ചിന്തിക്കുക എന്ന് മാത്രല്ല, വിചാരിക്കാത്ത ഗ്രേഡിൽ സ്വർഗത്തിൽ കാണ്ട് അല്ലാഹു തആല ഉയർത്തുമ്പോ മാതാപിതാക്കള് അള്ളാഹിനോട് ചോദിക്കും, അല്ലാ, സ്വർഗത്തിലെ അത്യുന്നതമായ ഈ പദവി എനിക്ക് എങ്ങനെ കിട്ടി? ഞാനിതൊരിക്കലും ഇതിന് അർഹനല്ലല്ലോ. ഇത് പറയുമ്പോൾ അള്ളാഹു ഈ മനുഷ്യനോട് പറയും, ഇതെങ്ങനെ കിട്ടിയതാണെന്നോ, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മോന് നിന്റെ മോള് നിനക്ക് വേണ്ടി അള്ളാഹിനോട് കരഞ്ഞ് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചതിൻ്റെ ഫലമാണിത്. കണ്ടോ? മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സർപ്രൈസാണ് സ്വർഗത്തിലെ ഉന്നതമായ ഗ്രേഡ്. അപ്പം ഈ അന്തം വിട്ട് അന്താളിച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കും, എവിടുന്നാ ഇത് കിട്ടിയത്? എവിടുന്നാ എനിക്ക് ഈ സ്ഥാനം? അപ്പോഴാ അള്ളാഹ് പറയാ, അതെൻ്റെ മക്കൾ ഒരുക്കിയ സർപ്രൈസാണ്. എന്താ അവരൊരുക്കിയത്? നീ വിചാരിക്കാത്ത ഗ്രേഡിലേക്ക് നിന്നെ ഉയർത്തിയിരിക്കുന്നു. എന്താ അവർ ചെയ്തത്? നിന്റെ കാലശേഷം, നിന്റെ ജീവിതകാലത്തും മരണശേഷമൊക്കെ നിനക്ക് പുറത്തു തരാൻ വേണ്ടി, നിനക്ക് ഉന്നത പദവി കിട്ടാൻ വേണ്ടി ആ മക്കൾ അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥിച്ചതിൻ്റെ പരമാണ് സ്വർഗത്തിൽ നിനക്ക് ഈ അത്യുന്നതമായ രൂപത്തിൽ നീ ചെയ്യാത്ത അമലിന് തന്നെയും ഇവിടെ അള്ളാഹു സ്വർഗത്തിൽ വലിയ ഗ്രേഡ് നിനക്ക് തന്നല്ലോ. മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം എത്രയായിരിക്കും ആ സമയത്ത്?
ദുന്യാവിൽ വെച്ച് നമ്മുടെ മക്കൾ നമുക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും അല്ലേ? നമ്മളെ മനസ്സപ്പോൾ പറയും നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്തൊരു സർപ്രൈസ് നമ്മുടെ മക്കൾ നമുക്ക് തരുമ്പോൾ നമ്മളെ കണ്ണ് നിറഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുവേ എൻ്റെ മക്കള് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇതൊക്കെ എനിക്ക് ഒരുക്കി തന്നത്. റഹ്മാനായ റബ്ബേ, ഇതിന് പ്രതിഫലം കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാനിതാ നിന്നോട് താണുകേണ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സർപ്രൈസ് ഒരുക്കിയത്, ഇതിനേക്കാൾ 10 മടങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ട് നീ അവർക്ക് സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കണേ, ദുന്യാവിലും ആഖിറത്തിലും നീ അവർക്ക് കാവലാകണേ എന്ന് മോമിനീങ്ങളായ മാതാപിതാക്കൾ മക്കൾ ഒരുക്കുന്ന ദുന്യാവിലെ സർപ്രൈസ് കാണുമ്പോൾ പോലും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അതിലപ്പുറം ഒരു സമ്മാനം ആ മക്കൾക്ക് ഒരു ഉമ്മാക്കുപ്പാക്ക് കൊടുക്കാനില്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സ് നിറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ അത് മതി മക്കൾക്ക് ദുന്യാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ അവർ മോമിനീങ്ങളാണെങ്കിൽ. ഞാൻ പറഞ്ഞു വരുന്ന ഒരു സർപ്രൈസിന്റെ മഹത്വമാണത്. മനുഷ്യന് വിചാരിക്കാത്തത് കിട്ടുമ്പോൾ അവൻ്റെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം കൊണ്ട് അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കും. അപ്പൊ റബ്ബൊരുക്കുന്ന അത്യുന്നതമായ സ്വർഗം തന്നെയും റബ്ബ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മൾ വിചാരിക്കാത്ത സർപ്രൈസുകളായാലാണ് എന്ന് വരുമ്പോൾ റബ്ബിനെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടണം, ആ റബ്ബിനെ നമ്മൾ എത്രത്തോളം അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം, നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ദുന്യാവിലെ സർപ്രൈസ് കിട്ടുമ്പോൾ വേറൊന്നിനും വേണ്ടിയല്ല നമ്മൾ മക്കൾക്ക് പ്രാർത്ഥിക്കേണ്ടത്. എത്ര ആളുകൾ അവരുടെ മക്കൾ ഇവിടെ ആയിരിക്കും, പിന്നെ മാതാപിതാക്കൾ നാട്ടിലായിരിക്കും, ഗിഫ്റ്റ് കൊടുത്തയക്കും, സർപ്രൈസാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൊടുക്കും. അവർ കരയുന്നത് കാണാം സർപ്രൈസ് സ്വീകരിച്ചിട്ട്. കരച്ചിൽ മാത്രം പോരാ, മനസ്സുരുകിയിട്ട് റബ്ബിനോട് തേടണം, റബ്ബേ ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ഈ സർപ്രൈസ് തന്നത്. റബ്ബേ ഞങ്ങളെ അവർ ഇഷ്ടപ്പെട്ടതിനേക്കാൾ 100 മടങ്ങ് നീ അവരെ ഇഷ്ടപ്പെട്ട് സ്വർഗത്തിൽ അവർക്ക് ഉന്നത പദവി കൊടുത്ത് ദുന്യാവിലും ആഖിറത്തിലും നീ അവർക്ക് കാവലാകണേ എന്ന്. മനുഷ്യൻ്റെ സന്തോഷമാണ്. അപ്പോൾ സ്വർഗത്തിലെത്തിയാൽ എത്രയായിരിക്കും മനുഷ്യൻ്റെ സന്തോഷം? ആ സന്തോഷമാണ് സ്വർഗത്തിൽ കാലെടുത്ത് വെച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുന്ന സ്തുതി. സ്വർഗത്തിൽ കാലെടുത്ത് വെച്ചാൽ മുഅ്മിനീങ്ങൾ എന്താ പറയാന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഞങ്ങളെ ഈ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വഴി കാണിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. അവൻ നമുക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ സ്വർഗത്തിൽ എത്തില്ലായിരുന്നുവല്ലോ. റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. ഇത് സ്വർഗത്തിൽ കാലെടുത്ത് വെച്ച മോമിനിങ്ങൾ പറയുന്ന ഹംദാണ്. അപ്പൊ അങ്ങനത്തെ മനുഷ്യന്റെ കണ്ണ് തള്ളിപ്പോകുന്ന സുഖങ്ങളുടെ ലോകമാണെന്ത്? സ്വർഗം. അതാ അല്ലാഹ് പറയുന്നത്. ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും അറിയാവുന്നതല്ല, മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി അല്ലാഹു രഹസ്യമാക്കി, ഇപ്പൊ വെളിപ്പെടുത്തിയിട്ടില്ല, രഹസ്യമാക്കി അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ളതെന്തോ, മിൻ ഖുർറത്തി അയ്യുനിൻ, അവരുടെ കണ്ണുകൾക്ക് കൺകുളിർമയായിക്കൊണ്ട്, ജസാഅ, അല്ലാഹ് അവർക്കത് കൊടുക്കുന്നത് അവരുടെ പ്രതിഫലം എന്ന നിലക്ക് കൂടിയാണ്, ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ കാരണത്താൽ. അമൽ ചെയ്താലേ കിട്ടുള്ളൂ. അമൽ ചെയ്തത് കൊണ്ട് മാത്രം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്? അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളുടെ വലിപ്പം നോക്കുമ്പോൾ മരണം വരെ സുജൂദിൽ കിടന്ന് ഇബാദത്തെടുത്താലും നമ്മുടെ അമലുകൾ അതിന് പകരമാകുമോ? പകരാവൂല. പിന്നെ അള്ളാഹ് നമുക്ക് സ്വർഗം തരുന്നത് നമ്മളെ അമലിൻ്റെ മഹത്വം കൊണ്ട് മാത്രമല്ല, അവൻ നമ്മളോട് ചെയ്യുന്ന കരുണയാണ്. അതുകൊണ്ട് നമ്മൾ അമൽ ചെയ്താൽ അതിന് തരും എന്നുള്ളതിൻ്റെ ഓഫറാണ്. അതവൻ തരും, അതിൻ്റെ പുറമെ ധാരാളം അവൻ തരും. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്കാണ് പോണത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും നിരന്തരമായി റബ്ബിനോട് സ്വർഗം ചോദിക്കണം, നരകത്തിന് കാവൽ തേടണം. ഈ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാവണം. ഇതാണ് എനിക്ക് നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. റഹ്മാനായ റബ്ബ് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ കിട്ടി സ്വർഗത്തിൽ കാലെടുത്ത് വെച്ചിട്ട് അവിടെ ഒരു അത്യുഗ്രമായ സർപ്രൈസ് അടിക്കുന്ന നേരത്തുണ്ടാകുന്ന സന്തോഷത്തിന് അവകാശികളാകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.